Hello students, welcome to Masters Academy. Today we are going to study the remaining topics from our chapter Acids, Bases and Salts. ഇത് നമ്മുടെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ആസിഡ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 9ാം ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. In the last class we studied what are acids. Then what are acids? Acids are substances which can increase the concentration of H plus ions in aqueous solution. അല്ലേ, aqueous solutionൽ H plus ionsൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആണ് ആസിഡ്സ്. ദെൻ ആസിഡ്സ് പ്രസൻറ്റ് ഇൻ ലെമണിലുള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ് നാരങ്ങയിലുള്ളത്, ലെമണിലുള്ളത് സിട്രിക് ആസിഡ്. അതുപോലെ വിനിഗറിലുള്ള ആസിഡ് എന്താണ്? വിനിഗറിൽ അസറ്റിക് ആസിഡ് ആണ്, വിനിഗറിൽ അസറ്റിക് ആസിഡ്. ദെൻ ടാമറിനിലുള്ളത് ടാർട്ടാറിക് ആസിഡ് ആണ്, ടാർട്ടാറിക് ആസിഡ് ആണ് ടാമറിനിലുള്ളത്. ഇത് പറയാൻ കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ലെമൺ അല്ലെങ്കിൽ നാരങ്ങാനീരിലുള്ള ആസിഡ് ഏതാണ്? അത് സിട്രിക് ആസിഡ് ആണ്. വിനിഗറിൽ അസറ്റിക് ആസിഡ് ആണ്. ദെൻ പുളിയിലുള്ളത് എന്താണ്? ടാമറിനിലുള്ളത് ടാർട്ടാറിക് ആസിഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? വാട്ട് ഈസ് ബേസിറ്റി ഓഫ് ആസിഡ്സ്? ആസിഡ്സിൻ്റെ ബേസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അയണൈസേഷൻ്റെ ഒരു ഇക്വേഷൻ നോക്കി വെക്കാം. നിങ്ങൾക്കറിയാം, എക്കോ സൊല്യൂഷനിൽ അല്ലെങ്കിൽ വാട്ടറിൽ നമ്മൾ ആസിഡിനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? അയോൺസ് ആയിട്ട് മാറും, കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ട് മാറും. നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അയണൈസേഷനെ നോക്കുന്നെങ്കിൽ അത് എന്തായിട്ട് മാറും? H പ്ലസ് അയോണും അതുപോലെ Cl മൈനസ് അയോണും ആയിട്ട് മാറും. പോസിറ്റീവ് ചാർജുള്ള H പ്ലസ് അയോണും നെഗറ്റീവ് ചാർജുള്ള ക്ലോറിൻ അയോൺസുമായിട്ട് അത് മാറും. ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഹൈഡ്രജൻ്റെ എത്ര മോളിക്യൂൾ ഉണ്ട്? 1 മോളിക്യൂൾ ആണല്ലേ ഉള്ളത്. അത് 1 മോളിക്യൂൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് അയണൈസേഷൻ സംഭവിച്ചപ്പം എത്ര H പ്ലസ് അയോൺസിന് റിലീസ് ചെയ്തു? 1 H പ്ലസ് അയോണിനെയാണ് റിലീസ് ചെയ്തത്. അതായത് 1 മോളിക്യൂളിന് റിലീസ് ചെയ്യാൻ പറ്റിയത് 1 H പ്ലസ് അയോണാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബേസിസിറ്റി ഓഫ് നമ്മൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയും? ബേസിസിറ്റി ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് 1. എന്തുകൊണ്ടാണ്? 1 മോളിക്യൂൾ ഹൈഡ്രോക്ലോറിക് ആസിഡിന് റിലീസ് ചെയ്യാൻ പറ്റിയത് 1 H പ്ലസ് അയോൺ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ബേസിറ്റി 1 ആണെന്ന് പറയാം. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? HNO3 ആണ്. ഇതിൻ്റെ അയണൈസേഷൻ എങ്ങനെ ഉണ്ടാവും? H പ്ലസും ഉണ്ടാവും, കൂടെ NO3 മൈനസ് ഉണ്ടാവും. ഇവിടെ നോക്കിക്കേ, 1 മോളിക്യൂൾ ഓഫ് നൈട്രിക് ആസിഡിന് എത്ര റിലീസ് ചെയ്യാൻ പറ്റി? 1 H പ്ലസ് അയോണിന് റിലീസ് ചെയ്യാൻ പറ്റി. അതായത് ബേസിസിറ്റി ഓഫ് HNO3 അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ വാട്ട് ഈസ് ബേസിറ്റി? ബേസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 മോളിക്യൂൾ ഓഫ് ആസിഡിന് റിലീസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് H പ്ലസ് അയോൺസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേസിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹൗ മെനി ഹൈഡ്രജൻ അയോൺസ് ആർ റിലീസ് വെൻ 1 മോളിക്യൂൾ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് അയണൈസ്ഡ്? എത്രയാണ്? 1 ആണല്ലേ. സോ ദ ബേസിറ്റി ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് 1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസിഡ്സിൻ്റെ ബേസിറ്റി. സോ വാട്ട് ഈസ് ബേസിറ്റി? The number of hydrogen ions that can be donated by 1 molecule of an acid is its basicity. അതായത് ഒരു മോളിക്യൂളിന് 1 മോളിക്യൂളിന് എത്ര H പ്ലസ് അയോൺസിനെ റിലീസ് ചെയ്യാൻ പറ്റും, അതാണ് ബേസിറ്റി. 1 മോളിക്യൂൾ 1 H പ്ലസ് അയോണിനെയാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ആസിഡിന് പറയുന്ന പേരാണ് മോണോ ബേസിക് ആസിഡ്. അതായത് ഒരു H പ്ലസ് അയോണിനെയാണ് അത് റിലീസ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? മോണോബേസിക് ആസിഡാണ്. അപ്പോൾ മോണോബേസിക് ആസിഡ്സിന് എക്സാമ്പിളാണ് ആരൊക്കെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ, 1 H പ്ലസ് അയോണിനെയാണ് റിലീസ് ചെയ്തത്. ദെൻ നൈട്രിക് ആസിഡ് HNO3, ഇവിടെ എത്ര H പ്ലസ് അയോൺസിനെ റിലീസ് ചെയ്യും? 1 H പ്ലസ് അയോണിനെയാണ് റിലീസ് ചെയ്തത്. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഇതെല്ലാം എന്ത് ആസിഡ്സ് ആണ്? മോണോബേസിക് ആസിഡ്സിന് എക്സാമ്പിളാണ്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, റൈറ്റ് ദ അയണൈസേഷൻ ഇക്വേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ബേസിറ്റി. നമ്മൾ കണ്ടുല്ലേ, നൈട്രിക് ആസിഡിൻ്റെ അയണൈസേഷൻ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. HNO3 അയണൈസ് ചെയ്യുമ്പം എന്തായിട്ട് മാറും? H പ്ലസ് പ്ലസ് NO3 മൈനസ്. ദിസ് ഈസ് ദ അയണൈസേഷൻ ഇക്വേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് ബേസിറ്റി? അതിൻ്റെ ബേസിറ്റി എത്രയാണ്? 1 മോളിക്യൂൾ ക്യാൻ റിലീസ് 1 ഹൈഡ്രജൻ H പ്ലസ് അയോൺസ്. സോ ദ ബേസിറ്റി ഈസ് 1. ബേസിറ്റി ഓഫ് HNO3 അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. നമുക്ക്
നമുക്ക് എന്ത് നോക്കാം, സൾഫ്യൂരിക് ആസിഡിന്റെ ബേസിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സൾഫ്യൂരിക് ആസിഡിന്റെ അയണൈസേഷൻ ഇക്വേഷൻ എഴുതി നോക്കുകയാണ്. സോ വി ക്യാൻ റൈറ്റ് ദ അയണൈസേഷൻ ഇക്വേഷൻ ആസ്, ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാം, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ, 2H2 ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യത്തെ ഹൈഡ്രജൻ ഒന്ന് റിലീസ് ചെയ്യും. ഇതിന് ഫസ്റ്റ് അയണൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു H+നെ റിലീസ് ചെയ്യും, ബാക്കി എന്തുണ്ട്, HSO4 ഉണ്ട്, HSO4-. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൈസൾഫേറ്റ് അയോൺ എന്ന് പറയുന്നത്. വീണ്ടും എന്തുണ്ട്, ഈ HSO4-നെ നമുക്ക് അയണൈസ് ചെയ്യാം അല്ലേ. അപ്പം HSO4-നെ അയണൈസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവിടെ വീണ്ടും ഒരു H+ഉം പിന്നെ എന്തുണ്ടാവും, SO4-2- എന്ന അയോണുമായിട്ട് മാറും. ഈ SO4-2- അയോൺ നമ്മൾ പറയുന്ന പേരാണ് സൾഫേറ്റ് അയോൺ. സോ നമ്മൾ ഫൈനലി നോക്കിയാൽ എന്ത് മനസ്സിലാവും, 1 molecule of sulfuric acid അല്ലെങ്കിൽ H2SO4 can release how many H+ ions, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ 2 H+ ionsന് എന്ത് ചെയ്യാൻ പറ്റും, 1 molecule of sulfuric acidന് റിലീസ് ചെയ്യാൻ പറ്റും. സോ ഹൗ മെനി ഹൈഡ്രജൻ അയോൺസ് ആർ റിലീസ് വെൻ 1 molecule of H2SO4 get ionized, 2 ആണ് അല്ലേ. സോ വാട്ട് ഈസ് ഇറ്റ്സ് ബേസിറ്റി, ബേസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 1 moleculeന് റിലീസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് അയോൺസ് ആണ്. 1 moleculeന് 2 ആണ് റിലീസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ബേസിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് 2 അല്ലേ. ബേസിറ്റി 1 ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, മോണോ ബേസിക് എന്ന് പറഞ്ഞു. ഇനി ബേസിറ്റി 2 ആണ്, 2 ആണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഡൈബേസിക്. ഇഫ് ദ ബേസിറ്റി ഓഫ് എൻ ആസിഡ് ഈസ് 2, ഇറ്റ് ഈസ് സെഡ് ടു ബി ഡൈബേസിക്. ദെൻ എക്സാമ്പിൾ ഫോർ ഡൈബേസിക് ആസിഡ്, ഡൈബേസിക് ആസിഡിന്റെ ഒരു എക്സാമ്പിൾ ആണ് സൾഫ്യൂരിക് ആസിഡ് H2SO4. Let's check the basicity of phosphoric acid. നിങ്ങൾക്കറിയാം what is the chemical formula of phosphoric acid? Phosphoric acid is H3PO4 ആണ്. അപ്പോൾ ഈ ഫോസ്ഫോറിക് ആസിഡിനെ അയണൈസ് ചെയ്താൽ എന്ത് പറ്റും, ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. നമുക്ക് എന്ത് കിട്ടും, അത് 3H+ അയോൺസിനെ റിലീസ് ചെയ്യും, ബാക്കി എന്തുണ്ടാവും, PO4-3-. ഈ അയോണിനെ നമ്മൾ പറയുന്ന PO4-3- നമ്മൾ പറയുന്ന പേരാണ് ഫോസ്ഫേറ്റ് അയോൺ. ദാറ്റ് ഈസ് 1 molecule of phosphoric acid can release 3H+ ions. ഒരു മോളിക്യൂളിന് 3H+ അയോൺസിനെ റിലീസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ദ ബേസിറ്റി ഓഫ് H3PO4? H3PO4 എന്ന് പറഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ്. വാട്ട് ഈസ് ദ ബേസിറ്റി ഓഫ് H3PO4? The basicity of H3PO4 is 3. Why? Because it can release 3H+ ions. 1 molecule of H3PO4 can release 3H+ ions. So the basicity of H3PO4 is 3. If the basicity is 1, it is monobasic. 2, dibasic. If the basicity is 3, the acid is called ട്രൈബേസിക് ആസിഡ്. ബേസിറ്റി 3 ആണെങ്കിൽ അല്ലെങ്കിൽ 3 ആണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ട്രൈബേസിക് ആസിഡ്. എക്സാമ്പിൾ ഫോർ ട്രൈബേസിക് ആസിഡ് ഈസ് H3PO4 ഫോസ്ഫോറിക് ആസിഡ്. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ കെമിക്കൽ ഫോർമുല ഓഫ് സം ആസിഡ്സ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. പിക്ക് ഔട്ട് മോണോബേസിക്, ഡൈബേസിക്. നമുക്ക് മോണോബേസിക്കും ഡൈബേസിക്കും എഴുതിയാൽ മതി. നമുക്കൊരു ടേബിൾ ഉണ്ടാക്കി നോക്കാം. എന്താണ് മോണോബേസിക്, ഇവിടെ മോണോബേസിക്കും ഇപ്പുറത്ത് ഡൈബേസിക്കും. അപ്പം നിങ്ങൾക്കറിയാം ബേസിറ്റി 1 ആണെങ്കിൽ മോണോബേസിക്കും 2 ആണെങ്കിൽ ഡൈബേസിക്കും ആണ്. H2CO3 ബേസിറ്റി എന്താണ്, 2 ആണ്. അപ്പം അതെവിടെ വരും, നമ്മുടെ ഡൈബേസിക്കിൽ വരും. ദെൻ HNO3 നൈട്രിക് ആസിഡ് മോണോബേസിക് ആണ്. അപ്പം അവനെ നമ്മൾ ഇവിടെ എഴുതാം. ദെൻ H3PO4 നമ്മൾ കണ്ടു അല്ലേ, അതെന്താണ്, ട്രൈബേസിക് ആണ്. ദെൻ H2SO3 എവിടെയാ വരിക, ഡൈബേസിക്കിൽ വരും അല്ലേ. HCl മോണോബേസിക് ആണ്. ഫൈനലി H2SO4 എവിടെയാ വരിക, ഡൈബേസിക്കിൽ വരും. അതായത് ബേസിറ്റി 1 മോണോബേസിക്, 2 ഡൈബേസിക്, 3 ആണെങ്കിൽ ട്രൈബേസിക്. ഹൗ ഡു യു മേക്ക് സോഡ വാട്ടർ? നിങ്ങളെല്ലാം സോഡയൊക്കെ കുടിച്ചിട്ടുണ്ടാവും അല്ലേ. എങ്ങനെയാണ് സോഡ വാട്ടർ ഉണ്ടാക്കുക? വെൻ കാർബൺ ഡയോക്സൈഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, ദ വാട്ടർ ഫോംഡ് ഈസ് നോൺ ആസ് സോഡ വാട്ടർ. കാർബൺ ഡയോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യാണ്, വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ അവിടെ ഒരു വാട്ടർ ഫോം ചെയ്യും. ആ വാട്ടറിന് നമ്മൾ എങ്ങനെ എഴുതാം, H2CO3 എന്ന് എഴുതാം. ഈ വാട്ടറാണ് എന്ത്, സോഡ വാട്ടർ. ഈ സോഡ വാട്ടർ എന്താണ്, ഒരു ആസിഡാണ്. സോഡ വാട്ടർ എന്ത് ആസിഡാണ്, കാർബോണിക് ആസിഡാണ്. അപ്പം എങ്ങനെ പറയാം, ഹൗ ടു ഫോം കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ സോഡ വാട്ടർ. വെൻ കാർബൺ ഡയോക്സൈഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ വി ഗെറ്റ് സോഡ വാട്ടർ. സോ നമുക്ക് കാർബൺ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തപ്പം കാർബോണിക് ആസിഡ് കിട്ടി. സിമിലർലി വി ക്യാൻ ഡിസോൾവ് സൾഫർ ഡയോക്സൈഡ് ഇൻ വാട്ടർ. സൾഫർ ഡയോക്സൈഡും വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്താൽ എന്ത് സംഭവിക്കും, നമുക്ക് കിട്ടുന്ന ആസിഡിന്റെ പേരാണ് സൾഫ്യൂരസ് ആസിഡ്. നമുക്ക് എന്ത് കിട്ടും, H2SO3.
ഇതെല്ലാം എന്താണ്? ആസിഡാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ നൈട്രജൻ ഓക്സൈഡ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? വാട്ടറിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇതിന്റെ പ്രത്യേകത എന്താണ്? എല്ലാം അസിഡിക് ആണ് അല്ലേ? നമുക്ക് കിട്ടിയതെല്ലാം ആസിഡ് ആണ്. ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്, SO2, NO2 ആർ നോൺ മെറ്റാലിക് ഓക്സൈഡ്. ഇതെല്ലാം നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ്. ജനറലി ദ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വിത്ത് വാട്ടർ ആർ അസിഡിക് ആയിരിക്കും. അതിന്റെ നേച്ചർ നോൺ മെറ്റാലിക് ഓക്സൈഡ്സും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ കാരണം ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസ് അസിഡിക് നേച്ചർ ആയിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ടോപ്പിക് ഈസ് ആസിഡ് റെയിൻ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ താജ്മഹലിന്റെ എന്താണ് കളറിന് ചേഞ്ച് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് താജ്മഹലിന് കളർ ചേഞ്ച് വന്നത്? അവിടുത്തെ എയർ പൊല്യൂഷൻ കാരണമാണെന്നൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഈ ആസിഡ് റെയിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ ആണ്. ഈ എയർ പൊല്യൂഷന് കാരണമാകുന്ന എന്തൊക്കെയാണ്? എയറിലുള്ള സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതുപോലെയുള്ള ഗ്യാസസിന്റെ പ്രസൻസ് ആണ് നമ്മുടെ എയറിനെ പൊല്യൂട്ട് ചെയ്യുന്നത്. ഇനി ഈ ഗ്യാസസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? മെയിനായിട്ടും നമ്മളെന്താണ് കുറേ ഇൻഡസ്ട്രിയുള്ള ഏരിയ ആണെങ്കിൽ അല്ലെങ്കിൽ ടൗൺഷിപ്പാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. ഇനി ഇങ്ങനത്തെ ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായതുകൊണ്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? ദീസ് ഗ്യാസസ് ഡിസോൾവ് ഇൻ റെയിൻ വാട്ടർ ആൻഡ് റീച്ച് ദ സോയിൽ ആസ് ആസിഡ്സ്. നമ്മൾ കണ്ടു അല്ലേ? ഈ ഇങ്ങനത്തെ ഇതെല്ലാം എന്താണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? അസിഡിക് ആണ്. അതായത് ആസിഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ എന്തായിരിക്കും? ഈ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം എന്ത് ചെയ്യും? റെയിൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. എന്നിട്ട് എന്തായിരിക്കും? അത് റെയിൻ ആയിട്ട് താഴെ സോയിലെത്തും. ഈ റെയിനെ നമ്മൾ പറയുന്ന പേരാണ് ആസിഡ് റെയിൻ. So, the gases like sulfur dioxide, nitrogen oxide reach the atmosphere in large amounts. These gases dissolved in rainwater and reach the soil as acids. This is known as acid rain. ഈ മഴയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. Acidic oxides such as sulfur dioxide, oxides of nitrogen etc. are released into the atmosphere. നമ്മുടെ ഫാക്ടറി അധികമുള്ള ഏരിയാസ്, അങ്ങനെ പൊല്യൂഷൻ അധികമുള്ള ഏരിയാസിലെല്ലാം ഇങ്ങനെ സംഭവിക്കും. Then these gases are carried by wind. വിൻഡ് വഴി എന്ത് ചെയ്യും? ഇതിവിടെ എത്തും. അങ്ങനെ എന്ത് ചെയ്യും? ഈ ഗ്യാസസ് ഇവിടെയുള്ള റെയിൻ വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്തിട്ട് എന്തായിട്ട് താഴേക്ക് വരും? ആസിഡ് റെയിൻ ആയിട്ട് താഴേക്ക് വരും. Check what are the environmental problems caused by acid rain. Acid rain കാരണം വരുന്ന environment problems ആണ്. Plants lose their ability to produce carbohydrate through photosynthesis as their leaves are destroyed. നമ്മുടെ ഈ ആസിഡ് ആണ് എന്ത് താഴേക്ക് വരുന്നത്. അപ്പം എന്ത് ചെയ്യും? ഈ പ്ലാന്റ്സിന്റെ ലീവ്സിലൊക്കെ ഇത് വീണ് കഴിയുമ്പം അതിനെന്തായിരിക്കും? അതിന്റെ എബിലിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് പ്ലാന്റ്സിന്റെ ലീവ്സ് ആണ്. അപ്പം ലീവ്സിന് അതിന്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള എബിലിറ്റി എല്ലാം ലോസ് ആവും. അങ്ങനെ അത് എന്താവും? പ്ലാന്റ്സ് എന്താവും? ഡെസ്ട്രോയ് ആവും. Then severe acid rain destroys the greenery of a region. അങ്ങനെ എന്താണ്? ഈ ആസിഡ് റെയിൻ എന്താ ചെയ്യാൻ പറ്റും? ഒരു റീജിയന്റെ ഗ്രീനറി, ആ പച്ചപ്പിനെ മുഴുവൻ ഇല്ലാതാക്കാൻ എന്തിന് കഴിയും? ഈ ആസിഡ് റെയിന് കഴിയും. The acidic nature of water causes the death and destruction of fishes and corals. നമ്മുടെ എന്താണ്? വാട്ടറിന്റെ അസിഡിക് നേച്ചറിലെ വെള്ളത്തിൽ എന്താ ഉള്ളത്? ആസിഡ് ആണ് ഉള്ളത്. അതെന്ത് ചെയ്യും? ഫിഷസിനെയും കോറൽസ്, പവിഴപ്പുറ്റുകളെയൊക്കെ എന്തായും ഡെസ്ട്രോയ് ചെയ്യാനും അതെല്ലാം നശിക്കാൻ എന്ത് കാരണമാവും? ഈ ആസിഡ് റെയിൻ കാരണമാവും. Then acid rain has been found to be very hard on trees. പ്ലാന്റ്സിൽ മാത്രമല്ല ട്രീസിനെയും ഇത് എഫക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇറ്റ് വീക്കൻസ് ദം ബൈ വാഷിംഗ് എവേ ദ പ്രൊട്ടക്റ്റീവ് ഫിലിം ഓൺ ലീവ്സ് ആൻഡ് ഇറ്റ് ഷൺസ് ഇറ്റ്സ് ഗ്രോത്ത്. നമ്മൾ കണ്ടുല്ലേ, ഇത് ഇലയിൽ വന്ന് വീണ് കഴിയുമ്പം ഇലയിലെ പ്രൊട്ടക്റ്റീവ് ഫിലിം ഒക്കെ എന്ത് ചെയ്യും? ആ പ്രൊട്ടക്റ്റീവ് ലെയറിനെയൊക്കെ അത് നശിപ്പിക്കും. അങ്ങനെ എന്താണ്? അതിന്റെ വളർച്ച എന്ത് ചെയ്യും? മുരടിപ്പിക്കും. സോ ദീസ് ആർ ദ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ആസിഡ് റെയിൻ. What measures are to be taken against the environmental issues caused by acid rain? അപ്പോൾ ഈ ആസിഡ് റെയിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ പറ്റും? എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്കറിയാം, ഈ ഫോസൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നത് വഴിയാണ് എക്സസീവായിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും ഒക്കെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. സോ വി ക്യാൻ റെഡ്യൂസ് ദ എക്സസീവ് യൂസ് ഓഫ് ഫോസൽ ഫ്യൂവൽ. ഫോസൽ ഫ്യൂവലിന്റെ എക്സസീവ് യൂസ് കുറയ്ക്കാം. ഇനി അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാം? ഈ ഫോസൽ ഫ്യൂവൽസിൽ നിന്ന് സൾഫറിനെ റിമൂവ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം. Before using fossil fuels, remove sulfur compounds from them as far as possible. നമുക്ക് കഴിയാവുന്ന അത്രയും സൾഫർ കോമ്പൗണ്ട്സിനെ മാറ്റിയതിന് ശേഷം അവയെ ഉപയോഗിക്കാം. ഇനി എന്താണ്? നമുക്കറിയാം നമ്മൾക്ക് ഇലക്ട്രിസിറ്റിക്കൊക്കെ കോളും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ വേറെ കുറേ സോഴ്സസ് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ന്യൂക്ലിയർ പവർ ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉണ്ട്, വിൻഡ് എനർജി ഉണ്ട്, സോളാർ എനർജി ഉണ്ട്. അങ്ങനത്തെ എനർജി സോഴ്സസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫോസിൽ ഫ്യൂവൽസ് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. സോ വി ക്യാൻ റെഡ്യൂസ് ദ എക്സസീവ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ റിമൂവ് സൾഫർ കോമ്പൗണ്ട്സ് ഫ്രം ദം
അല്ലെങ്കിൽ എന്താണ് യൂസ് അതർ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ മെഷേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു പരിധിവരെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയോ അതില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ചോദിക്കാവുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുത്. ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബാക്കി സബ്ജക്ട്സിൻ്റെ വീഡിയോസൊക്കെ കാണണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.